മറ്റൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടതാണ് ഈ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി. അതിലെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ടാങ് പൗഡറാണ്. ഇവിടെ മാംഗോ ഫ്ലേവറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു പാനിൽ 4 സ്പൂൺ ടാങ്ങിൻ്റെ പൊടിയും 4 സ്പൂൺ പഞ്ചസാരയും 3 സ്പൂൺ കോൺഫ്ലവർ പൊടിയും പിന്നെ 1.5 കപ്പ് വെള്ളവും ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. അത് ആ കോൺഫ്ലവറിൻ്റെ പൊടിയൊന്നും അതിങ്ങനെ കട്ടയായിട്ട് കിടക്കരുത്. ആ രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. ഇത് നമ്മളൊരു പാനിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്ത് വെക്കണം. ഇനി വേറൊരു പാനിൽ ഇതുപോലെ 3 സ്പൂൺ കോൺഫ്ലവറും 3 സ്പൂൺ പഞ്ചസാരയും, പഞ്ചസാര കൂടുതൽ എടുക്കുക കേട്ടോ മധുരത്തിന് ആവശ്യമായിട്ട്. പിന്നെ ഇതാ ഇതുപോലെ ഒരു അല്പം വാനില എസൻസും പിന്നെ ഒരു 1.5 കപ്പ് പാലും ഇത് ഇത്രയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതും ഇതുപോലെ കോൺഫ്ലവറിൻ്റെ ആ പൊടി ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിനകത്തെടുക്കണം, അല്ലാതെ അതിൻ്റെ കട്ടയൊന്നും കിടക്കാനായിട്ട് പാടില്ല. ഇനി ഇത് രണ്ട് പാനിലായിട്ട് നമുക്ക് ഒരേ സമയം തന്നെ വെച്ചിട്ട് കുറുക്കി എടുക്കേണ്ടതാണ്. അതായത് ഒരേ ഫ്ലെയിമിൽ തന്നെ ആയിട്ട് വെച്ചിട്ടാണ് ചെയ്തെടുക്കേണ്ടത്. 2 മിനിറ്റിനകം തന്നെ ഇതുപോലെ നമുക്ക് കുറുക്കി കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇത് ഒരു ബൗളെടുത്തിട്ട് അതിലിതാ ഇതുപോലെ വെച്ച് കൊടുക്കാം. ആദ്യം ആ ഒരു ടാങ്കിൻ്റെ മിക്സ്, പിന്നീട് ആ കോൺഫ്ലവറിൻ്റെ ആ ഒരു വൈറ്റ്, അങ്ങനെ നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് മാറി മാറി വെച്ചെടുക്കാം കേട്ടോ. അങ്ങനെ ഒരു ബൗളിൽ നമുക്കാക്കിയിട്ട് നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ വെച്ച് തണുപ്പിക്കാവുന്നതാണ്. അതായത് ഇതിൻ്റെ ചൂടൊന്നും മാറാനായിട്ട് കാത്തിരിക്കുക. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുക. ഒരു 4 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വയ്ക്കണം കേട്ടോ. 4 hours കഴിഞ്ഞ് നമ്മൾ എടുക്കുക. അതാ നമുക്കിതുപോലെ കിട്ടും. നല്ല സോഫ്റ്റും അതുപോലെ തന്നെ മധുരമുള്ളതും. അതായത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് അതിൻ്റെ ഫ്ലേവർ. ഇതിപ്പോൾ നമ്മൾ മാംഗോയോടാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ എടുക്കുക കേട്ടോ. ടാങ്ങിൻ്റെ പൊടി കൊണ്ട് ഇത്രയും സൂപ്പറായിട്ടുള്ള ഒരു പുഡിങ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല. പറഞ്ഞില്ല, വേറൊരു വീഡിയോയിൽ കണ്ടിട്ട് ചെയ്ത് നോക്കിയതാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.